കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ധനകാര്യ പദ്ധതികൾ തയ്യാറാക്കുന്ന വിധമാണ്. അതായത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെ തയ്യാറാക്കാം? ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കാം. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2017. അതായത് 17 ഡിസംബർ 31 റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടതാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. അപ്പോൾ ഈ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെയും അതുപോലെ തന്നെ തന്നിരിക്കുന്ന മറ്റ് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ വി ഹാവ് ടു പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഓഫ് അഡൽട്ട് ലിറ്ററസി ഓർഗനൈസേഷൻ. നോക്കാം, അഡീഷണൽ ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, 1 month റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഫേർണിച്ചർ ബുക്സ്, പിന്നെ ഡിപ്രിസിയേഷൻ ചാർജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഐറ്റംസ്, അതായത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നിരിക്കുന്ന ഐറ്റംസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് റവന്യൂ ഐറ്റംസ് ആൻഡ് ക്യാപിറ്റൽ ഐറ്റംസ്. റവന്യൂ ഐറ്റംസ് ആണ് നമ്മൾ സാധാരണയായിട്ട് എവിടെ എടുക്കുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കുന്നത്. ക്യാപിറ്റൽ ഐറ്റംസ് സാധാരണയായിട്ട് ബാലൻസ് ഷീറ്റുകളിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2017. ഇവിടെ നമ്മൾ എടുക്കുന്നത് റവന്യൂ റെസീറ്റ്സും അതുപോലെ തന്നെ റവന്യൂ പേയ്മെൻറ്റ്സുമാണ്. എല്ലാ റവന്യൂ റെസീറ്റ്സും ഇൻകം സൈഡിലും, അതുപോലെ തന്നെ എല്ലാ റവന്യൂ പേയ്മെൻറ്റ്സും എക്സ്പെൻഡിച്ചർ സൈഡിലും എടുക്കും. ഇത് കൂടാതെ നമ്മൾ കഴിഞ്ഞ വർഷം 1ാം വർഷത്തിൽ പഠിച്ചിട്ടുണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ ആ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. അത് നമുക്ക് ചില എക്സ്പെൻസുകൾ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാകാം, ചില എക്സ്പെൻസുകൾ പ്രീപെയ്ഡായി ചെയ്യാം, അതുപോലെ തന്നെ ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, അങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകാം. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെയും ചെയ്യേണ്ടി വരുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് ആദ്യം റവന്യൂ ഐറ്റംസ് ആണ്. ഏതൊക്കെയാണ് റവന്യൂ ഐറ്റംസ് നോക്കാം നമുക്ക്. ഒന്നാമത് വരുന്നത് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ നോക്കാം. 2016 2017 2018 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വർഷം ചെയ്യുന്നത് 2017 അക്കൗണ്ട് ആയതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഏതെടുത്താൽ മതി? 2017 സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എടുത്താൽ മതി, 26,500. പിന്നെ അത് കൂടാതെ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ അഡീഷണൽ ഇൻഫർമേഷനിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2016 2000 ആൻഡ് ഓൺ 31st December 2017 ₹1,500. ഇപ്പോൾ 2 ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു. ഒന്ന് 31st December 2016 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യും? നമുക്ക് കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ December 31st 2017, അപ്പോൾ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ഈ വർഷം കിട്ടാവുന്ന സബ്സ്ക്രിപ്ഷനാണ്. ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷത്തെ അക്കൗണ്ടിൽ അത് ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യണം. ഏത് വർഷം, ഏത് ഡേറ്റിൽ? 31/12/2017 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 1,500 കൂടി അതിൻ്റെ ഇവിടെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ടോട്ടൽ
28,000. ഇനി അടുത്തത് നോക്കാം. അടുത്ത ഐറ്റം സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. ഇപ്പോൾ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ഈസ് ഓൾസോ എ റവന്യൂ ഇൻകം or revenue receipt. So it will be taken on the income side. Sale of old newspaper 1250. അടുത്ത ഐറ്റം എന്ത്? ഗവൺമെന്റ് ഗ്രാൻഡ് ആണ്. ഇപ്പോൾ ഗവൺമെന്റ് ഗ്രാൻഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് അഡൽട്ട് ലിറ്ററസി ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതിന് ചില ഓർഗനൈസേഷനുകൾക്ക് ഗവൺമെന്റ് എല്ലാ വർഷവും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഗ്രാൻഡുകൾ നൽകാറുണ്ട്. അത് പ്രവർത്തന ഗ്രാൻഡ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളിപ്പം ലൈബ്രറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വായനശാലകളൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. വായനശാലകൾ, ക്ലബ്ബുകൾ, അതുപോലെ ഇതുപോലെ ലിറ്ററസി ഓർഗനൈസേഷൻസ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് സർക്കാർ അതിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി എല്ലാ വർഷവും ഒരു നിശ്ചിത തുക നൽകും. അങ്ങനെയുള്ള ഗ്രാൻഡാണ് ഗവൺമെൻറ് ഗ്രാൻഡ്. അപ്പോൾ അതുകൊണ്ട് ഇത് റിക്കറിങ് നേച്ചർ ആയതുകൊണ്ട് എല്ലാ വർഷവും നൽകുന്ന ഒരു തുകയായതുകൊണ്ട് നമ്മൾ അതിനെ എന്തായിട്ട് കണക്കാക്കുന്നു? റവന്യൂ റെസീപ്റ്റ് ആയിട്ട് കണക്കാക്കുകയാണ്. സോ ഇറ്റ് വിൽ ബി ടേക്കൺ ഓൺ ദി ഇൻകം സൈഡ്, ഗവൺമെൻറ് ഗ്രാൻഡ്. അപ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ് ഗ്രാൻഡ് മേ ബി ഗിവൺ ടു സം പർപ്പസ് ലൈക്ക് ബിൽഡിംഗ്. ഇപ്പോൾ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, എല്ലാ വർഷവും നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇത്തരം ഗ്രാൻഡുകളെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് കണക്കാക്കണം. അപ്പോൾ അത് നമ്മൾ എവിടെ എടുക്കാൻ പറ്റും? ബാലൻസ് ഷീറ്റ് ആണ്. ഇവിടെ നമുക്ക് ഗവൺമെൻറ് ഗ്രാൻഡ് എന്നുള്ളത് is treated as a revenue receipt because literacy organization get grant from government every year. Okay, next നോക്കാം. Sale of old newspaper rupees 2,700. അതിൻ്റെ വാല്യൂ വരുന്നത് എന്താണ്? ബുക്ക് വാല്യൂ rupees 5,000. It means that old furniture of costing rupees 5,000 is sold for rupees 3,700. അതായത് 5,000 രൂപ വിലയുള്ള ഒരു പഴയ ഫർണിച്ചർ 3,700 രൂപയ്ക്ക് വിറ്റിരിക്കുകയാണ്. അപ്പോൾ ഫർണിച്ചർ എന്ന് നമുക്കറിയാം ഇറ്റ് ഈസ് എൻ അസറ്റ് അല്ലേ. അപ്പോൾ വെൻ എൻ അസറ്റ് ഈസ് സോൾഡ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ റെസീപ്റ്റ്. അപ്പോൾ ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യം? ഈ 3,700 രൂപ ഇവിടെ എടുക്കാൻ പാടില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എടുക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ 5,000 രൂപയുടെ ഫർണിച്ചർ 3,700 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ദർ വിൽ ബി എ ലോസ് ഓഫ് 1,300. 1,300 രൂപ നഷ്ടം വന്നിരിക്കുകയാണ്. അപ്പോൾ ആ നഷ്ടം നമ്മൾ എവിടെ എടുക്കണം? നഷ്ടം ലോസ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസ്. എക്സ്പെൻസ് ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ലോസിനെ ട്രീറ്റ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുക? ഇറ്റ് വിൽ ബി ടേക്കൺ ഓൺ ദി എക്സ്പെൻഡിച്ചർ സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ലോസ് ഓൺ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ 1,300. അപ്പോൾ നമ്മൾ സെയിൽ ഓഫ് ഫർണിച്ചറിന്റെ 3,800 രൂപ എടുക്കുന്നില്ല. അതിന് പകരം എന്ത് ചെയ്യുന്നു? എത്രയാണോ ആ ഫർണിച്ചർ വിൽക്കുമ്പോൾ ഉണ്ടായ നഷ്ടം, ആ നഷ്ടമായ തുക മാത്രം ഇവിടെ എടുക്കാം, എക്സ്പെൻഡിച്ചർ സൈഡിൽ എടുക്കുന്നു. അപ്പോൾ ഈ 5,000 രൂപ എന്ത് ചെയ്യും? നമ്മുടെ ഫർണിച്ചറിന്റെ വാല്യൂ കുറയും അല്ലേ. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 5,000 രൂപ എന്ത് ചെയ്യണം? അതിനകത്ത് നിന്നും ഡിഡക്ട് ചെയ്യേണ്ടതാണ്. നേരത്തെ ഐറ്റം നോക്കാം എന്താണ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ FD. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത് 450 രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെസീറ്റ്സിന്റെ സൈഡിൽ നോക്കണം. റെസീറ്റ്സ് പേയ്മെന്റ്സിന്റെ പേയ്മെന്റ് സൈഡിൽ അവിടെ കൊടുക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് rupees 18,000. 18,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഓൺ 30/6/2017 അറ്റ് 10% per annum. അപ്പോൾ 30/6/2017 18,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്. നമ്മൾ പേയ്മെന്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് പലിശ വന്ന് 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പം 18,000 രൂപക്ക് 10% ഇൻട്രസ്റ്റ് റേറ്റിൽ ഇപ്പം നമ്മൾ നോക്കാം. ജൂൺ 30 ഡെപ്പോസിറ്റ്. അപ്പോൾ ജൂൺ 30 ശേഷം ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള എത്ര മാസം നമ്മൾ കണക്കാക്കണം. അപ്പോൾ ജൂലൈ 1 മുതൽ ഡിസംബർ 30 വരെ 6 മാസമാണ് കാലാവധി വരുന്നത്. അപ്പോൾ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് ലഭിക്കേണ്ടത്. അപ്പോൾ 18,000 രൂപയ്ക്ക് 6 മാസത്തേക്ക് 10% ഇൻട്രസ്റ്റ് കാണുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 900. അത് 900 ആണ് വരുന്നത്. 900 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര മാത്രമേ റിസീറ്റ് സൈഡിൽ കിട്ടിയിട്ടുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ FD 450 രൂപ കിട്ടും. അപ്പോൾ 900 രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ എത്രയേ ലഭിച്ചുള്ളൂ? 450 രൂപയെ ലഭിച്ചു. അപ്പോൾ 450 രൂപ ലഭിക്കാനുള്ളതാണ് അല്ലേ.
അപ്പോൾ 550 രൂപ ലഭിക്കാനുള്ള 550 രൂപ എന്നത് ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ അക്കൗണ്ടിൽ അതുകൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് 450, നമ്മൾ ഓൾറെഡി ലഭിച്ചിരിക്കുന്നത് 450. അതിൻ്റെ കൂടെ എന്ത് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 450 രൂപ നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പോൾ ലഭിക്കാനുള്ള 450 രൂപ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അത് ടോട്ടൽ 900 ആണ് ഇൻകം സൈഡിൽ എടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ജനറൽ എക്സ്പെൻസ് ആണ്. ജനറൽ എക്സ്പെൻസ് നമുക്കറിയാം പൊതുവായിട്ടുള്ള എക്സ്പെൻസ് ആണ്. അത് എല്ലാ വർഷവും റിക്കറിംഗ് ആണ്, റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ റവന്യൂ പേയ്മെന്റ്സ്. റവന്യൂ പേയ്മെന്റ്സ് ആയതുകൊണ്ട് അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എടുക്കുകയാണ്. ജനറൽ എക്സ്പെൻസ് 3500. അടുത്ത നമുക്ക് നോക്കുന്നത് ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറും എന്താണ്, എല്ലാ റെക്കറിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്, തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കണം, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കണം. സോ ഇറ്റ് വിൽ ബി ടേക്കൺ ഓൺ ദി എക്സ്പെൻഡിച്ചർ സൈഡ്. അടുത്ത ഐറ്റം വരുന്നത് ഇലക്ട്രിസിറ്റി ആണ്. ഇലക്ട്രിസിറ്റിയും നമ്മൾ സാധാരണ ഉണ്ടാകുന്ന ഒരു ചെലവാണ്, അതും എല്ലാ വർഷവും ഉണ്ടായിരിക്കും. സോ ഇറ്റ് വിൽ ബി ടേക്കൺ ഓൺ ദി എക്സ്പെൻഡിച്ചർ സൈഡ് ആസ് ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. അടുത്ത ഐറ്റം വരുന്നത് സാലറി ആണ്. അപ്പൊ സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാലറി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിസിറ്റി ന്യൂസ് പേപ്പർ പോലെ തന്നെയുള്ള ഒരു ചെലവാണ്, അത് എല്ലാ വർഷവും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ അത് എവിടെ എടുക്കുന്നു, എക്സ്പെൻഡിച്ചർ സൈഡ് എടുക്കുകയാണ്. ഇനി നോക്കാം, നമ്മൾ നേരത്തെ തന്നിട്ട് അഡീഷണൽ ഇൻഫർമേഷനിൽ ഓൺ December 31st, 2017 സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ₹600 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, 2017 December 31 സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, സാലറി കൊടുക്കാൻ ബാക്കിയുണ്ട്. എത്രയാണ്, 600 രൂപ സാലറി കൊടുക്കാൻ ബാക്കിയുണ്ടെന്നാണ്. അപ്പോൾ അത് ഈ 2017 ഡിസംബർ മാസം അവസാനിക്കുന്ന വർഷത്തേതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ നമ്മൾ പിന്നെ കഴിഞ്ഞ വർഷം നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ, റീഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട് ചെയ്യുമ്പോൾ സാലറിന്റെ എക്സ്പെൻസിന്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് കൂടി എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഈ വർഷം കൊടുക്കാനുള്ളത് കൊണ്ട് അതിന്റെ കൂടെ നമ്മൾ സാലറി എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് കൂടി എക്സ്പെൻസ് സാലറിന്റെ കൂടെ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് കൂടി ആഡ് ചെയ്യുന്നു. അതിന് ടോട്ടൽ 4200 രൂപ ഡെബിറ്റ് ചെയ്യുന്നു. അടുത്തത് റെന്റ് ആണ്. റെന്റ് നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ റെന്റ് പേ ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. സോ ഇറ്റ് വിൽ ബി ടേക്കൺ ഓൺ ദി എക്സ്പെൻഡിച്ചർ സൈഡ്. അപ്പോൾ റെന്റ് എടുക്കണം. അപ്പോൾ അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഓൺ December 31st, 2017 1 month rent paid in advance. ശ്രദ്ധിക്കണം, 1 month rent paid in advance. ഒരു മാസത്തെ റെന്റ് അഡ്വാൻസ് ആയിട്ട് നൽകിയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു വർഷം റെന്റ് പേ ചെയ്യുന്നത് എത്ര മാസത്തേക്കാണ്, 12 മാസത്തേക്കാണ് സാധാരണയായിട്ട് റെന്റ് പേ ചെയ്യുക അല്ലെ. അപ്പോൾ ഇവിടെ ഒരു മാസം അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ്, അപ്പോൾ ടോട്ടൽ എത്ര മാസം പേ ചെയ്യുന്നു, 12 + 1 13 മാസത്തേക്കുള്ള റെന്റാണ് എത്ര വരുന്നത്, 6500 രൂപ പേ ചെയ്തിരിക്കുന്നത്. അതായത് അതിന്റെ അർത്ഥം 1 month റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പൊ നോർമലി നമ്മൾ റെന്റ് പേ ചെയ്യുന്നത് ഒരു വർഷം 12 മാസത്തേക്കാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു മാസത്തെ റെന്റ് അഡ്വാൻസ് ആയി പേ ചെയ്തിരിക്കുക. 12 + 1 13 മാസത്തേക്കുള്ള റെന്റാണ് 6500 രൂപ. ഒരു മാസത്തെ റെന്റ് അഡ്വാൻസ് ആയി പേ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഏത് വർഷത്തെയാണ്, ഈ വർഷത്തേക്ക് റെന്റ് അല്ല അടുത്ത വർഷത്തേക്കുള്ള റെന്റാണ്. അപ്പൊ അടുത്ത വർഷം റെന്റ് നമ്മൾ ഈ വർഷത്തെ അക്കൗണ്ടിൽ എടുക്കാൻ പാടുണ്ടോ, ഇല്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ റെന്റിൽ നിന്നും ഒരു മാസത്തെ റെന്റ് നമ്മൾ ഡിഡക്ട് ചെയ്യണം. 6500 രൂപ 13 മാസത്തെ റെന്റാണ്. അപ്പോൾ 13 മാസത്തെ റെന്റിൽ നമ്മൾ ഒരു മാസത്തെ റെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, 6500 ഡിവൈഡ് ബൈ 13. അപ്പോൾ 1 month റെന്റ് നമുക്ക് കിട്ടും, ദാറ്റ് ഈസ് ₹500. അപ്പോൾ 500 രൂപ നമ്മൾ എന്ത് ചെയ്യണം, റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ലെസ് ചെയ്യണം, ലെസ് പ്രീപെയ്ഡ്. അതായത് മുൻകൂട്ടി അടക്കുന്നത് നമ്മൾ പറയുന്ന പേരാണ് പ്രീപെയ്ഡ് അല്ലെ, മുൻകൂട്ടി അടച്ചു. ഒരു മാസത്തെ റെന്റ് മുൻകൂട്ടി അടച്ചത് കൊണ്ട് 6500 നിന്നും 500 രൂപ ലെസ് ചെയ്യുന്നു, എമൗണ്ട് 6000 എടുക്കുന്നു. അടുത്തത് പോസ്റ്റേജ് ചാർജസ്. പോസ്റ്റേജ് ചാർജസ് നമുക്കറിയാം സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു റിക്കറിംഗ് എക്സ്പെൻസ് ആണ്. റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ റെസിപ്റ്റ് അല്ല, റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡ് എടുക്കാം. പ്രീപെയ്ഡ് പോസ്റ്റേജ് ചാർജസ് 300. അടുത്തത് വരുന്നത് ഡിപ്രിഷിയേറ്റ് ഫർണിച്ചർ അറ്റ് 10%. ഫർണിച്ചറിന്റെ വില 10% ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം, തേയ്മാനം ചാർജ് ചെയ്യണം എന്ന് പറയുന്നത്. നോക്കാം ഫർണിച്ചറിന്റെ സ്ഥിതി എന്താണ് നോക്കാം. ഫർണിച്ചർ ഓൺ 1/1/2017
12,000 ഓൾറെഡി അവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പേയ്മെന്റ് സൈഡിൽ ഫർണിച്ചർ പർച്ചേസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 10,500 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 12,000 ഉണ്ടായിരുന്നു. ജനുവരി 1-ാം തീയതി 12,000 ഫർണിച്ചർ ഉണ്ടായിരുന്നു. ഈ വർഷം 10,500 രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പൊ ടോട്ടൽ ഫർണിച്ചർ 10,500 പ്ലസ് 12,000 22,500. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടു 5,000 രൂപയുടെ ഫർണിച്ചർ 3,800 രൂപക്ക് വിറ്റു അല്ലെ. അപ്പൊ 5,000 രൂപയുടെ ഫർണിച്ചർ വിൽക്കുമ്പോൾ നമ്മൾ ഫർണിച്ചറിന്റെ വില 5,000 കുറയും. അപ്പൊ 22,500 എന്ത് ചെയ്യണം? 5,000 രൂപ ലെസ് ചെയ്യണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റും അതുപോലെ തന്നെ ഫർണിച്ചർ വിൽക്കുന്ന ഡേറ്റും പ്രത്യേകിച്ച് പറയാതെ കൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വർഷത്തിൽ വാങ്ങിച്ചതായി കണക്കാക്കുകയും അതിൽ നിന്ന് ആ വർഷത്തിൽ വിറ്റതായിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കി വരുന്ന എമൗണ്ട് മാത്രമാണ് ഇവിടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. 12,000 രൂപയുടെ ഓപ്പണിംഗ് ഫർണിച്ചർ ഉണ്ടായിരുന്നു. 10,500 രൂപയുടെ ഫർണിച്ചർ ഈ വർഷം വാങ്ങിച്ചു. ഇപ്പൊ ടോട്ടൽ ഫർണിച്ചർ 22,500. അതിൽ നിന്നും 5,000 രൂപയുടെ ഫർണിച്ചർ വിറ്റു. അപ്പൊ ബാക്കിയാണ് 17,500 രൂപക്കാണ് എന്ത് ചെയ്യുന്നു? 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ നമ്മൾ പറഞ്ഞത് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിന്റെ വില കുറയുകയാണ്. അപ്പൊ അസറ്റിന്റെ വില കുറയുമ്പോൾ ബിസിനസ് സംബന്ധിച്ച് ട്രീറ്റഡ് ആസ് എ എക്സ്പെൻസ് ആണ് ട്രീറ്റ് ചെയ്തത്. സോ ഇറ്റ് വിൽ ബി ടേക്കൺ ഓൺ ദി എക്സ്പെൻഡിച്ചർ സൈഡ്. ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ നോക്കാം. അപ്പൊ 17,500 10% 1,750 രൂപ. ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നേരത്തെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇൻകം സൈഡും എക്സ്പെൻഡിച്ചർ സൈഡും നമ്മൾ ബാലൻസ് ചെയ്യുകയാണ്. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻകം സൈഡും ടോട്ടൽ ചെയ്യാം, എക്സ്പെൻഡിച്ചർ സൈഡും ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇൻകം സൈഡാണ് കൂടുതൽ വരുന്നത്. 42,150 വരും. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ സൈഡ് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുമ്പോൾ നമുക്ക് വരുന്നത് 21,600 രൂപയായിരിക്കും. അപ്പോൾ ടോട്ടൽ ഇൻകം 42,150 ടോട്ടൽ എക്സ്പെൻസ് 21,600. അപ്പോൾ 20,550 രൂപയാണ് ഡിഫറൻസ് വരുന്നത്. ഇൻ കേസ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻസ് ഈസ് കോൾഡ് സർപ്ലസ്. ഇപ്പൊ 20,550 രൂപ സർപ്ലസ് ആണ്. ഈ സർപ്ലസ് നമ്മൾ ഏത് സൈഡിൽ എടുക്കണം? നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കുറവ്. അപ്പൊ ആ 20,550 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുന്നു. ഇനി അതിന് നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? സർപ്ലസ് നേടും. അപ്പൊ ഈ വർഷം ഉണ്ടായിരിക്കുന്ന സർപ്ലസ് 20,550 രൂപയാണ്. ഇനി നമ്മൾ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്ക് വി ഹാവ് ടു പ്രിപ്പയർ എൻ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആൻഡ് എ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു ടു ഫൈൻഡ് ഔട്ട് ദ ക്യാപിറ്റൽ ഫണ്ട്. ഇപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റ് വാസ് ഓൺ 31st December 2016. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അത് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ ബാലൻസ് ബ്ലോ ഡൗൺ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ വരുന്ന ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും എന്താണ്? ഓപ്പണിംഗ് ഡേറ്റുള്ള അസറ്റ് ആണ്. സോ ഇറ്റ് വിൽ ബി ടേക്കൺ ഓൺ ദി അസറ്റ് സൈഡ്. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് 4,000, അതുപോലെ ക്യാഷ് അറ്റ് ബാങ്ക് 15,550. പിന്നെ നമുക്ക് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2016 2000 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 2016 December 31 2,000 രൂപ കിട്ടാനുണ്ട് അല്ലെ. കിട്ടാനുള്ളത് കൊണ്ട് അത് നമ്മൾ എന്തായാലും കണക്കാക്കണം. 31st December 2016 കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിലുള്ള വില ഈ വർഷത്തെ ഓപ്പണിംഗ് ഡേറ്റിലും വരും. അപ്പൊ കഴിഞ്ഞ വർഷം ക്ലോസിംഗ് ഡേറ്റ് കിട്ടാനുള്ള 2,000 രൂപ എന്താണ് ഈ വർഷം ഓപ്പണിംഗ് ഡേറ്റിലും കിട്ടാനുണ്ടായിരിക്കും. അപ്പൊ കിട്ടാനുള്ളത് കൊണ്ട് അത് നമ്മൾ എന്തായിട്ട് കിടക്കണം? ഈസ് ട്രീറ്റഡ് ആസ് എ അസറ്റ്. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യാം? അസറ്റ് സൈഡിൽ എടുക്കുന്നു 2,000. ഇനി അതുപോലെ തന്നെ ഓൺ 1st January 2017 ഓർഗനൈസേഷൻ ഓൺഡ് ഫർണിച്ചർ 12,000, ബുക്സ് ₹5,000. ഇപ്പോൾ 2017 ജനുവരി 1-ാം തീയതി ഓർഗനൈസേഷന് കയ്യിൽ എന്തൊക്കെയുണ്ട്? 12,000 രൂപ വിലയുള്ള ഒരു ഫർണിച്ചറും അതുപോലെ തന്നെ 5,000 രൂപ വിലയുള്ള ബുക്കും ഉണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ടും എന്താണ്? ഫർണിച്ചറും ബുക്സും ബോത്ത് ആർ അസറ്റ്സ്. സോ ഇറ്റ് വിൽ ബി ടേക്കൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് ഫർണിച്ചർ 12,000, അതുപോലെ തന്നെ ബുക്സ് 5,000.
ഇത്രയാണ് നമ്മുടെ ഇവിടെ അസറ്റ്സ് വരുന്നത്. ലയബിലിറ്റീസ് ഒന്നും ഓപ്പണിംഗ് ഡേറ്റിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ലയബിലിറ്റീസിനകത്ത് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അസറ്റിന്റെ വാല്യൂ ടോട്ടൽ ചെയ്യുക. അപ്പോൾ 38,550 ഈ എമൗണ്ട് തന്നെ ബാലൻസ് ചെയ്യുകയാണ്. അപ്പോൾ ലയബിലിറ്റീസ് സൈഡിലും നമ്മൾ അതേ എമൗണ്ട് എഴുതുകയാണ്. അപ്പോൾ നമുക്കറിയാം അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ഈക്വൽ ടു ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അസറ്റ് ഇവിടെ 38,550 ലയബിലിറ്റീസ് 0 ആയതുകൊണ്ട് ക്യാപിറ്റൽ ഫണ്ട് ഈസ് ഈക്വൽ ടു 38,550. അപ്പോൾ ഇതാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ വരുന്ന എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും എടുക്കുക. അസറ്റും ലയബിലിറ്റീസും തമ്മിലുള്ള വ്യത്യാസത്തിന് നമ്മൾ ഇവിടെ എന്തായിട്ട് കണക്കാക്കുന്നത്, ക്യാപിറ്റൽ ഫണ്ട്, ഓപ്പണിംഗ് ഡേറ്റിലുള്ള ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ അവസാനമായിട്ട് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ 2017 ക്ലോസിംഗ് ഡേറ്റുള്ള ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റുള്ള ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ക്ലോസിംഗ് ഡേറ്റുള്ള അസറ്റ്സും ക്ലോസിംഗ് ഡേറ്റുള്ള ലയബിലിറ്റീസുമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ നേരത്തെ റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ട്. അപ്പോൾ അതെന്താണ്, നമ്മുടെ ക്ലോസിംഗ് ഡേറ്റിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇൻ ഹാൻഡുമാണ് ക്യാഷ് അറ്റ് ബാങ്കുമാണ്. സോ ഇറ്റ് ഈസ് ടേക്കൺ ഓൺ ദി അസറ്റ് സൈഡ്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് അതുപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്ക്. ഇപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് ആണെങ്കിൽ 3000 രൂപ ക്യാഷ് ഇൻ ഹാൻഡും 8200 രൂപ ക്യാഷ് അറ്റ് ബാങ്കും എവിടെ എടുക്കാം, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് എടുക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കാം, നമ്മൾ പേയ്മെന്റ് സൈഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. അപ്പൊ നമ്മൾ എന്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തിയിട്ട് 18,000 രൂപ അല്ലെ. അപ്പൊ 18,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തി കഴിഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണ്, നമ്മുടെ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് എ അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഒരു അസറ്റ് ആണ്. അതുപോലെ തന്നെ ബുക്സ് 7,000 രൂപയുടെ ബുക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മുടെ ബുക്സിന്റെ അസറ്റിന്റെ വാല്യൂ കൂട്ടും അല്ലെ. അപ്പൊ നേരത്തെ നമ്മൾ ബാലൻസ് ഷീറ്റ് നേരത്തെ ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്ക് എന്തുണ്ട്, നേരത്തെ 5,000 രൂപയുടെ ബുക്സ് നമുക്ക് ലഭ്യമാണ് ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിട്ടുണ്ട്. ആ ഓപ്പണിംഗ് ഡേറ്റിൽ വന്ന 5,000 രൂപയുടെ കൂടെ 7,000 രൂപയും കൂടെ ബുക്സ് കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫർണിച്ചർ പർച്ചേസ്ഡ് 10,500. നേരത്തെ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിൽ ഫർണിച്ചർ 12,000 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 12,000 കൂടെ ഈ 10,500 കൂടി എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ റെസീറ്റ് സൈഡ് നോക്കുക, സെയിൽ ഓഫ് ഫർണിച്ചർ, ഇതിന്റെ ബ്രാക്കറ്റിലെ ബുക്ക് വാല്യൂ 5,000. അപ്പൊ ബുക്ക് വാല്യൂ 5,000 റുപ്പീസ് വിലയുള്ള ഫർണിച്ചർ വിറ്റിരിക്കുകയാണ്. അപ്പൊ അതിനാകുമ്പോൾ അവിടെ ഉണ്ടാവും ഫർണിച്ചറിന്റെ വാല്യൂ കുറയും. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ നോക്കാം. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ചില ഐറ്റംസ്, ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് നേരത്തെ നമ്മൾ പറഞ്ഞു ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എടുത്തു. അതുപോലെ തന്നെ ഇവിടെ ക്ലോസിംഗ് ഡേറ്റിൽ ഒന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെ 1,500. അപ്പൊ അത് നമ്മൾ ആദ്യം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 2017 1,500 എടുക്കുന്നു. പിന്നെ അതുകൂടെ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ വർഷം ഓപ്പണിംഗ് ഡേറ്റിൽ 31/12/2014 2,000 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ടായിരുന്നു. ആ 2,000 രൂപയിൽ നമുക്ക് നേരത്തെ എത്ര കിട്ടിയിട്ടുള്ളൂ, നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ 1,200 രൂപ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 2,000 രൂപ കിട്ടാനുള്ള 2,000 രൂപയിൽ 1,200 രൂപ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ 800 രൂപ ഇപ്പോഴും കിട്ടാൻ ബാക്കിയാണ് അല്ലെ. അപ്പൊ ഇപ്പോഴും കിട്ടാൻ ബാക്കിയുള്ളത് കൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 2016 അതുകൂടി ഇവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പൊ 2,300 രൂപ ടോട്ടൽ എന്ത് സബ്സ്ക്രിപ്ഷൻ ലഭിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റ് എടുക്കേണ്ട എമൗണ്ട് 2,300 രൂപയാണ്. പിന്നെ അതുപോലെ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഫർണിച്ചർ, അതുപോലെ തന്നെ എന്താ ബുക്സ്, ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇതൊക്കെ നമ്മൾ ഇവിടെ എടുക്കണം, അസറ്റ് സൈഡ് എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫർണിച്ചർ. അപ്പോൾ ഫർണിച്ചർ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പണിംഗ് ഡേറ്റിലുള്ള 12,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ട് അല്ലേ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓർഗനൈസേഷൻ ഓർഡർ ഫർണിച്ചർ ₹12,000 ഓൺ 1 ജനുവരി 2017 12,000. പിന്നെ നേരത്തെ നമ്മൾ കണ്ടു ഫർണിച്ചർ പർച്ചേസ്ഡ് 10,500 അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ അത് അപ്പോൾ വരുമ്പോൾ 22,500. പിന്നെ നമ്മൾ നേരത്തെ റെസീറ്റ് സൈഡിൽ കണ്ടു സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ 5,000. അപ്പോൾ വരുമ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ഡിപ്രിസിയേഷൻ ചാർജ് ഉണ്ട് 1,750 രൂപ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിപ്രിസിയേഷൻ ഉണ്ടാകുമ്പോൾ എന്താവും, ഫർണിച്ചറിന്റെ വാല്യൂ കുറയും. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പൊ 5,000 രൂപ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ ലെസ് ചെയ്യണം.
അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് 1750 രൂപയും ലെസ് ചെയ്യണം. ഇപ്പൊ 22,500 രൂപയിൽ നിന്ന് 5000 പ്ലസ് 1750 6700 രൂപ ലെസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഫർണിച്ചറിന്റെ വില അവിടെ നൽകുക. നെക്സ്റ്റ് വരുന്നത് നോക്കാം, 15,850 രൂപ ഫർണിച്ചറിന്റെ വില ക്ലോസിംഗ് ഡേറ്റിൽ വരും. പിന്നെ അടുത്ത ഐറ്റം വരുന്നത് ബുക്സ് ആണ്. ബുക്സ് നമ്മൾ പറഞ്ഞ ഓപ്പണിംഗ് ഡേറ്റിൽ അവിടെ കാണിക്കാം. ബുക്സ് 5000 കാണുന്നുണ്ട്. അതിന് കൂടി എന്ത് ചെയ്യുന്നു, ഈ വർഷം വാങ്ങിച്ച 7000 രൂപ കൂടി ആഡ് ചെയ്യുന്നു. ബുക്സിന് എന്താണ് ഡിപ്രിസിയേഷൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുപോലെ സെയിൽ ഓഫ് ബുക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 12,000 റുപ്പീസ് എടുക്കും. പിന്നെ അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, 18,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മളെ സംബന്ധിച്ച് എന്താണ്, അസറ്റ് ആണ്. ഇനി ഈ 18,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത 18,000 രൂപയിൽ നമുക്ക് എന്ത് കിട്ടിയില്ല, ഇൻട്രസ്റ്റ് 450 രൂപ നേരത്തെ കിട്ടാനുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 18,000 10% 6 മാസത്തേക്ക് 900 രൂപയാണ്. പക്ഷെ 450 എത്ര പൈസ മാത്രമേ നമുക്ക് ലഭിച്ചുള്ളൂ, 450 രൂപ മാത്രമാണ് ലഭിച്ചത്. അപ്പൊ അതുകൊണ്ട് 450 രൂപ എന്താണ് കിട്ടാനുള്ള പൈസ ആയതുകൊണ്ട് അതും നമ്മൾ എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയാണ്. ഇനി നമ്മൾ നോക്കാം, ഓൺ December 31 സാലറി ഔട്ട്സ്റ്റാൻഡിങ് അല്ലെ, സാലറി ഔട്ട്സ്റ്റാൻഡിങ് സാലറി കൊടുക്കാനുള്ളതാണ്. കൊടുക്കാനുള്ളത് കൊണ്ട് എന്തായിട്ട് കണക്കാക്കണം, ഈസ് എ ലയബിലിറ്റി. അപ്പൊ നമ്മൾ ലയബിലിറ്റി സൈഡിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് 600 ആൻഡ് 1 month റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. 1 മാസത്തെ റെന്റ് മുൻകൂട്ടി കൊടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ മുൻകൂട്ടി കൊടുത്തത് കൊണ്ട് അത് എന്തായിട്ട് മാറുന്നു, ഈസ് എ അസറ്റ്. സോ പ്രീപെയ്ഡ് റെന്റ് ഈസ് എ അസറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കാം, പിന്നെ വരുന്നത് നമ്മൾ ഈ രണ്ടും എന്ത് ചെയ്യുന്നു, സബ്സ്ക്രിപ്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു 2016 18 അതായത് 16, 17, 18 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ അവർ ലഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ 2018 സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ 2018 കിട്ടിയ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതായത് നമ്മളിപ്പം പ്രിപ്പയർ ചെയ്ത സ്റ്റേറ്റ്മെന്റ് 2017 അപ്പൊ 2018 സബ്സ്ക്രിപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. പൈസ നമ്മൾ മുൻകൂട്ടി വാങ്ങിച്ചിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് എ ലയബിലിറ്റി. അതെന്ത് ചെയ്യണം, ലയബിലിറ്റി സൈഡിൽ നമ്മൾ എടുക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നോക്കുക, എല്ലാ ഐറ്റംസും അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും വന്നു. ഇനി അടുത്ത് എന്താണ്, ക്യാപിറ്റൽ ഫണ്ട് ആണ്. ക്യാപിറ്റൽ ഫണ്ട് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് 30,550. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ സർപ്ലസ് 20,550 കൂടി ആഡ് ചെയ്യുന്നു. ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട് അവിടെ നമ്മൾ ഔട്ട് സൈഡ് 56,150. ഇനി രണ്ട് സൈഡ് ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുകയാണ്. ഈ രീതിയിലാണ് നമ്മൾ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കുന്നത്. ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.